ഈ മാസം അവസാനമാണ് ഇറാന് നൽകിയിരിക്കുന്ന അവസാന ഡേറ്റ്. ആണവ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ ആണവ പദ്ധതിക്ക് മേൽ UN ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. E3 ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന 3 രാജ്യങ്ങൾ UN-നോട് ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഓഗസ്റ്റ് 31-നകം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ഇറാനുള്ള മുന്നറിയിപ്പ്. സഹകരിച്ചില്ലെങ്കിൽ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വീകരിച്ച ഉപരോധത്തിന് സമാനമായ സാമ്പത്തികാക്രമണം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനുമേൽ നടത്തിയേക്കും. ഇതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നാണ് E3 രാജ്യങ്ങൾ പറയുന്നത്. 2015-ലെ ആണവ കരാറിൽ നിന്ന് ഇറാൻ ഗുരുതരമായി വ്യതിചലിച്ചുവെന്നാരോപിച്ച് UN ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു സ്നാപ്പ് ബാക്ക് സംവിധാനവും രാജ്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 2015-ലെ ആണവ കരാറിൽ നിന്ന് ഇറാൻ മനഃപൂർവ്വം പിന്മാറിയതായാണ് അവർ പറയുന്നത്. ആയുധ നിരോധനം, ബാലിസ്റ്റിക് മിസൈൽ വികസന നിയന്ത്രണങ്ങൾ, ആസ്തി മരവിപ്പിക്കൽ, യാത്രാ വിലക്കുകൾ, ആണവ സാങ്കേതിക വിദ്യ, ഉൽപാദന നിരോധനം എന്നിവയായിരുന്നു മുൻപുണ്ടായിരുന്ന UN ഉപരോധങ്ങൾ. ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഇറാനോട് ജൂലൈയിൽ നടത്തിയ ചർച്ചകളിൽ 3 വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിരുന്നു. US-മായി ആണവ പദ്ധതി ചർച്ചകൾ പുനരാരംഭിക്കുക എന്നതായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് UN ആണവ പരിശോധകർക്ക് സൈറ്റുകളിലേക്ക് പ്രവേശനം അനുവദിക്കുക. 400 കിലോഗ്രാമിലധികം ഉയർന്ന യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കണക്ക് നൽകുക എന്നതായിരുന്നു മൂന്നാമത്തേത്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം ഇറാൻ നിരസിച്ചു. 2015-ലെ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ JCPOA പ്രകാരം ഇറാൻ ആണവ വൈദ്യുതോൽപാദനത്തിന് ആവശ്യമായ തോതിൽ മാത്രം യുറേനിയം സമ്പുഷ്ടീകരിക്കാമെന്നും സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാമെന്നും കരാറായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി നിരീക്ഷിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെയും ചുമതലപ്പെടുത്തി. JCPOA പങ്കാളികളിൽ ഒരാൾ ഇറാൻ ലംഘനം നടത്തുന്നുവെന്ന് പരാതിപ്പെട്ടാൽ 30 ദിവസത്തിനുള്ളിൽ പഴയ ഉപരോധങ്ങൾ തിരിച്ചു കൊണ്ടുവരാനാകും. UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ റഷ്യയോ ചൈനയോ വീറ്റോ ചെയ്യാതെ തന്നെ എല്ലാ ഉപരോധങ്ങളും വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ ഈ സ്നാപ്പ് ബാക്ക് സംവിധാനം വഴി സാധിക്കും. ഇതിന്റെ കാലാവധി 2025 ഒക്ടോബറിൽ അവസാനിക്കും. അതിനാലാണ് E3 രാജ്യങ്ങൾ നീക്കങ്ങൾക്ക് വേഗം കൂട്ടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലപ്പെടുത്തും. നിലവിൽ തന്നെ ഉപരോധവും യുദ്ധക്കെടുതികളും മൂലം തളർച്ചയിലാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥ. പണപ്പെരുപ്പം 38% മുകളിലാണെന്നാണ് റിപ്പോർട്ട്. കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ 90%-ലേറെ ഇടിഞ്ഞു. കറൻസി പ്രതിസന്ധി മറികടക്കാൻ റിയാലിൽ നിന്ന് 4 പൂജ്യം വെട്ടിക്കളയാൻ അടുത്തിടെ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. 2018-ൽ US കരാറിൽ നിന്ന് പിന്മാറി ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതിനാൽ കരാർ പാലിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്നും ഇറാൻ വാദിക്കുന്നു. 2019 വരെ ഇറാൻ കരാർ പൂർണ്ണമായി പാലിച്ചിരുന്നതായി IAEAയും സ്ഥിരീകരിച്ചിരുന്നു. സ്നാപ്പ് ബാക്ക് സജീവമാക്കിയാൽ ആണവായുധ നിരോധന കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചത്. US-ഉം ഇറാനും പുതിയ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ പ്രശ്നം വീണ്ടും ഉയർന്നു വരുമെന്ന് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിന്റെ ഇറാൻ പ്രോജക്ട് ഡയറക്ടർ അലി വാസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആണവ പദ്ധതിയെ ചൊല്ലി യൂറോപ്പും ഇറാനും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിക്കുകയാണ്. റഷ്യയും ചൈനയും E3-യെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്.